ഇതിനകത്ത് ഭരണഘടന പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന ഭരണഘടന അനുസരിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജുഡീഷ്യൽ റെമഡി വേണം എന്ന് ഒരു സംസ്ഥാനം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ജുഡീഷ്യൽ റെമഡിയുമായി കോടതി പെറ്റീഷനായും പോകാനേ പാടില്ല. അത് പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ശമ്പളവും നിങ്ങളുടെ ആശുപത്രിയിലെ രോഗികളുടെ ചികിത്സയും നിങ്ങളുടെ സ്കൂളുകളിലെ കുട്ടികളുടെ ഉച്ചഭക്ഷണവും നിങ്ങളുടെ ഈ നാടിന്റെ ദൈനംദിന കാര്യങ്ങൾക്ക് ഞങ്ങൾ പണം തരില്ല എന്ന് പറഞ്ഞാൽ അത് കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്, ശാസ്ത്രപ്പിക്കലാണ് ജനങ്ങളോടുള്ള. ബ്ലാക്ക് മെയിലിംഗ് നടത്തി കേരളത്തെ അങ്ങനെ ഭയപ്പെടുത്തി നിർത്താമെന്ന് കരുതേണ്ട. അത്തരം ശ്രമങ്ങളൊന്നും ഇങ്ങോട്ടെടുക്കേണ്ട. ഇത് കേരളമാണ്. കേരളത്തിന് അർഹതപ്പെട്ടത് തന്നേ തീരൂ. ആരുടെയും ഔദാര്യമല്ല ചോദിക്കുന്നത് കേരളത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് തലയുയർത്തി പറയുകയാണ് കേരളം സുപ്രീം കോടതി ചെയ്തത്. അത് തന്നെയാണ് കെ.എൻ. ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത്. അങ്ങനെ ബ്ലാക്ക് മെയിൽ നടത്തി കേസ് പിൻവലിപ്പിക്കാൻ നോക്കരുത്. അതുമാത്രമല്ല, കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളോട് കോടതി അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പണം തരാം എന്ന് പറയുന്നത്, കേസ് പിൻവലിക്കൂ, കടമെടുക്കാനുള്ള പരിധി ഉയർത്തി തരാം എന്ന് പറയുന്നത്. അന്യായമായി ചില കാര്യങ്ങൾ കേരളത്തോട് ചെയ്തിട്ടുണ്ട് എന്ന് കേന്ദ്രം തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്ന് വാർത്താ സമ്മേളനത്തിൽ അടിവരയിട്ട് കെ.എൻ. ബാലഗോപാൽ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. എല്ലാം പിൻവലിച്ചാലേ തരുമെന്ന് പറയുന്നത് സാധാരണ ഇതാണോ? ഇതൊക്കെ ചെറിയ ഉദാഹരണമാണ്. അപ്പൊ മക്കളുടെ മുഷ്ടി കാണിക്കുക ഒരു സംസ്ഥാനത്തിന് നേരെ. കാരണം അവർക്കറിയാം മാർച്ച് മാസമാണ്, ഫെബ്രുവരി മാസമാണ്. ഓരോ മാസവും കിട്ടേണ്ട പണം, അതിന്റെ കൃത്യമായ അളവിൽ നമുക്ക് കിട്ടേണ്ട പണം, നമുക്ക് ഈ പണം എന്ന് പറഞ്ഞാൽ കേന്ദ്രം എവിടുന്നേലും തരുന്നതല്ല, സംസ്ഥാനം കളക്ട് ചെയ്ത ടാക്സിന്റെ വിഹിതമാണ് നേരത്തെ പറഞ്ഞ തർക്കങ്ങൾ. ഇത് സംസ്ഥാനത്തിന് അവകാശപ്പെട്ടിട്ടുള്ള ബോറോയിങ് ആണ്. അത് ഇന്ത്യ ഗവൺമെന്റിനും യൂണിയൻ ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും എടുക്കാൻ പറ്റുന്ന പണത്തിന് ലിമിറ്റുകളുണ്ട്, കണക്കുകളുണ്ട്. 3% GSDP നമ്മുടെ ആകെ ആഭ്യന്തര വരുമാനത്തിന്റെ 3% നമുക്ക് എടുക്കാം. 0.5% പവർ സെക്ടർ. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കണക്ക്. കഴിഞ്ഞ വർഷം 2.4 എടുക്കാൻ സംബന്ധിച്ചുള്ളൂ. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് എടുത്തേക്കുന്ന കഴിഞ്ഞ വർഷം 6.4 ആണ്, പിന്നെ 6.1 ആയി, ഇപ്പൊ 5.8 ആണ്. കേരളത്തിന്റെ ഇരട്ടി, മറ്റു സംസ്ഥാനങ്ങളുടെ ഇരട്ടിയാണ് എടുക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിന്റെ ഈ കാര്യം പറയുമ്പോൾ കിട്ടേണ്ട ആ ലിമിറ്റിനകത്ത് തന്നെ എടുക്കാനായിട്ടുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ തരണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളാ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതെല്ലാം പിൻവലിച്ചിട്ട് വന്നാലേ തരും. കാരണം മാർച്ച് മാസമാണ്, ഫെബ്രുവരി മാസമാണ്, ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ധാരാളം പേയ്മെന്റ് വരുന്ന സമയമാണ്. അതുകൊണ്ട് ഇത് ശ്വാസം പൊട്ടിച്ചിട്ട് ഈ കരാറൊക്കെ ഒപ്പിടിക്കുമല്ലോ, ചില ആളുകളെ കഴുത്തിന് പിടിച്ച് ഞെക്കി, അല്ലെ ആളുകളെ പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ ഒപ്പിട്ടില്ലെങ്കിൽ ഞാൻ ഇവരെ ശരിയാക്കി തരും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരുമാതിരി സാധാരണഗതിയിൽ നമ്മളൊക്കെ ചിന്തിക്കാത്ത ചില സിനിമാ കഥകളിലൊക്കെ മാത്രം കാണുന്ന ഒരു സംസ്ഥാനത്തെ വെച്ചിട്ട് ഇങ്ങനെ ശ്വാസം പൊട്ടിക്കുന്ന ശരിയല്ല, അങ്ങനെ നിലപാടാണ് വന്നേക്കുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലാണ് ഈ കാര്യം എന്നുള്ളതുകൊണ്ടാണ് അത്. കോടതി ഇക്കാര്യത്തിനകത്ത് ഭരണഘടനാപരമായി ഓരോ സംസ്ഥാനത്തിന്റെയും യൂണിയന്റെ അവകാശം സംരക്ഷിക്കുന്ന നിലപാട് എടുക്കണമെന്ന് ഞങ്ങളുടെ അഭിപ്രായം. ഇതിനകത്ത് ഭരണഘടന പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന ഭരണഘടന അനുസരിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജുഡീഷ്യൽ റെമഡി വേണം എന്ന് ഒരു സംസ്ഥാനം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ജുഡീഷ്യൽ റെമഡിയുമായി കോടതി പെറ്റീഷനായും പോകാനേ പാടില്ല. അത് പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ശമ്പളവും നിങ്ങളുടെ ആശുപത്രിയിലെ രോഗികളുടെ ചികിത്സയും നിങ്ങളുടെ സ്കൂളുകളിലെ കുട്ടികളുടെ ഉച്ചഭക്ഷണവും നിങ്ങളുടെ ഈ നാടിന്റെ ദൈനംദിന കാര്യങ്ങൾക്ക് ഞങ്ങൾ പണം തരില്ല എന്ന് പറഞ്ഞാൽ അത് കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്, ശാസ്ത്രപ്പിക്കലാണ് ജനങ്ങളോടുള്ള. അതുകൊണ്ട് നമുക്കിതൊന്നുമില്ലെങ്കിലും കിട്ടേണ്ട പണം തരണമെങ്കിൽ, നിങ്ങളുടെ ശമ്പളം തരണമെങ്കിൽ, നിങ്ങളുടെ കൂലി തരണമെങ്കിൽ നീ ഒന്നും ഒരു അഭിപ്രായം പറയരുത് എന്ന് പറയുന്ന ചില വളരെ വളരെ ഏകാധിപതികളായിട്ടുള്ള ഒരു മുതലാളിമാരൊക്കെ ഉണ്ട് പഴയ കാലത്ത്. കേരളത്തിലൊന്നും അങ്ങനെ ട്രേഡ് യൂണിയന്റെ എന്നത് പോലും അങ്ങനെ, കാരണം അങ്ങനൊന്നും ജനാധിപത്യപരമായി നിയമപരമായി സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. ഇതാണ് ഇത് വന്നിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് യൂണിയന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഈ നിലപാട് ഇത്രയും സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഈ സമയം നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിനകത്ത് ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ 6 തീയതികളിൽ നിർബന്ധമായി കേൾക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. കാരണം ഈ മാർച്ച് മാസത്തിന്റെ ടെൻഷനും പ്രഷറും നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പൊ ട്രഷറിയും അടച്ചുപൂട്ടി ഇതൊന്നും കൊടുക്കാൻ പറ്റാതെ ഒക്കെ ആക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നുള്ളത് അതിന്റെ ഒരു സ്പിരിറ്റിൽ കേരളത്തിലെ ജനങ്ങളോട് പറയണം. ഇത് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണ്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ പ്രശ്നമാണ്. ഞങ്ങള് കേരളത്തിന്റെ മാത്രമായി തനതായ ഒരു നിലപാടൊന്നും എടുത്തിട്ടില്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രശ്നമാണ്. അതിനകത്ത് തങ്ങളുടെ കയ്യിലാണ് ഈ അധികാരം, അതിന്റെ പണം, അതിന്റെ പൊതുകാര്യങ്ങൾ എടുക്കാനുള്ള അധികാരം എന്ന് വെച്ചാൽ ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും ന്യായമായ അവകാശത്തെ പോലും ഹനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. അത് വളരെ ഗൗരവതരമായ കാര്യമാണ്. എന്നിട്ട് കോടതിയിലെ ഇതിന്റെ ഭാഗമായ പല വാദങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ട് കുറച്ച് സമയത്ത്. അതൊക്കെ വിശദമായി പിന്നീട് ചർച്ച ചെയ്യുമായിരിക്കും. എന്തായാലും ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടുണ്ട്. അത് അങ്ങേയറ്റം
പ്രതിഷേധാർഹമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കേരളത്തെ ഒരുമാതിരി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളവും നിങ്ങളുടെ ട്രഷറിയും ഒക്കെ പൂട്ടും എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലെ കാര്യങ്ങൾ വന്നിരിക്കും എന്നുള്ളത് പറയാനാണ്. അതിനകത്ത് ഈ കാര്യം ജനുവിനായി പരിഹരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് പോകേണ്ടതുണ്ട്. എന്തായാലും നിയമപരമായി കാര്യത്തിനകത്ത് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ ന്യായമായി കാര്യങ്ങൾ പരിശോധിച്ച് കാര്യങ്ങൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി മാർച്ച് മാസം 6 എന്ന് പറയുമ്പോൾ ഫെബ്രുവരി മാസത്തിന്റെ ഇപ്പൊ തന്നെ വല്ലാത്ത സ്ഥിതി നമുക്ക് വലിയ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. കിട്ടേണ്ട ഇത് നേരത്തെ എടുക്കാൻ പറ്റില്ല. മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ ശമ്പളമൊക്കെ ആദ്യ സമയമാണ്, ബാക്കി കാര്യങ്ങളെല്ലാം വരുന്ന സമയത്താണ് ചെയ്യുന്നത്. പിന്നെ മാർച്ച് മാസത്തിലാണല്ലോ ഈ പേയ്മെന്റ് എല്ലാം വരുന്ന ഒരു മാസം. അതാണ് ചെയ്യുന്നത്. അത്രയും ഗൗരവതരമാണ്. ഇന്ന് വരെ രാജ്യത്തുണ്ടാകാത്ത തരത്തിലേക്കുള്ള വലിയ ഒരു അധികാരം വല്ലാതെ ദുരുപയോഗപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളുടെ അവകാശം പോലും ഈ തരത്തിൽ പിടിച്ചു വെക്കുന്ന ഒരു സമീപനം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതാണ് പറയാൻ പറ്റുന്നത്. നിങ്ങൾ ആ തരത്തിൽ അറിയണമല്ലോ. ചില യോജന എന്തുകൊണ്ട് 13,200 കോടി അവർ തരാമെന്ന് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാ അതിനെപ്പറ്റി ഒന്നും പറയാത്ത? 13,200 കോടി ഉണ്ടെങ്കിൽ മേടിച്ചാൽ പോലെ. ഈ കേസൊന്നും പോയില്ലെങ്കിൽ കിട്ടേണ്ട പണമാണിത്. കേസിന് പോയതുകൊണ്ട് കേസിന് പോയതുകൊണ്ട് ആ പണം നിങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ടതുണ്ടെങ്കിൽ അത് തരണമെങ്കിൽ കേസ് പിൻവലിക്കണം. നിങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ടത് തരണമെങ്കിൽ പോലും കേസ് പിൻവലിക്കണം എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അങ്ങനൊരു ആ പണം കൊണ്ട് മാത്രം തീരുന്നതല്ല എന്നുള്ളതാണ് മറ്റു വിശദമായ കണക്കുകൾ കൊടുത്തിട്ട് ഈ കാര്യം നടക്കുന്നത്. നിങ്ങളെ കേസുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ അതിന്റെ കാര്യങ്ങൾ പറയുന്നത്. ഇനി സുപ്രീം കോടതിയുടെ വിധിയല്ലാതെ വേറെ നിങ്ങൾ ടോക്കിനുള്ള ഒരു സാധ്യത നിൽക്കുന്നുണ്ടോ? ഇന്നലെ വീണ്ടും ഈ ടോക്കിനെ പറ്റി വന്നു. ഞങ്ങളുടെ ഏത് സമയത്തും ടോക്കിനൊക്കെ തയ്യാറാണ്. പക്ഷെ പ്രശ്നം ടോക്കല്ല. കേന്ദ്ര ഗവൺമെന്റ് ആദ്യം തന്നെ ടോക്കൻ തയ്യാറായിരുന്നില്ല. രണ്ടാമത് അവര് അവിടെ പറഞ്ഞെന്താ, മിനിസ്റ്റർ ഉണ്ടാക്കി ഇത് പിൻവലിച്ചോണം, ഇത് ഒപ്പിടണം, എന്നായി പൈസ തരാമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന് ആ തരത്തിലാണല്ലോ. ഇത് കേസ് പിൻവലിച്ചാലേ നിങ്ങൾക്ക് കാര്യമുള്ളൂ പറഞ്ഞാൽ പിന്നെന്ത് ടോക്കാണ്? നിങ്ങളൊരു കാര്യം ചർച്ച ചെയ്യുന്നത് നമുക്ക് ഇന്ന ജനുവിനായ റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കോടതി പെറ്റീഷൻ കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ പെറ്റീഷൻ പിൻവലിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്ന പോലെ പിന്നെ ടോക്ക് നടത്തുന്നതിന് ഞങ്ങൾ ഒരു സമയത്ത് എതിരല്ല. അതുകൊണ്ടാണല്ലോ ബഡ്ജറ്റ് സെഷൻ ഇടയിൽ ബഡ്ജറ്റിന്റെ മറുപടി പറയുന്ന ദിവസം ഇങ്ങനൊരു ആവശ്യം വന്നപ്പോ ഫിനാൻസ് ബില്ലും അപ്രോപ്രിയേഷൻ ബില്ലും ഓട്ടോൺ അക്കൗണ്ടിന്റെ പാസാക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി ആ കാര്യങ്ങൾ ഇവിടെ ഏൽപ്പിച്ച് സഭയിൽ നിന്ന് അനുവാദം മേടിച്ച് സ്പീക്കറുടെ അനുവാദം മേടിച്ച് മറ്റു ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്. അത്രയും ഗൗരവത്തോടാണ് നമ്മൾ ടോക്കനെ കാണുന്നത്. നമുക്കിത് ഇതൊരു സംസ്ഥാനത്തെ ജനങ്ങളുടെയും സംസ്ഥാനത്തിന്റെ അവകാശം എന്ന നിലയിൽ ഉള്ളതാണ് പ്രശ്നം. യൂണിയൻ സംസ്ഥാനം തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാക്കി പോകണമെന്ന് നമുക്ക് കാര്യമില്ല. നമുക്കങ്ങനെ ആഗ്രഹമില്ല. കാര്യം ന്യായമായ ഒരു കാര്യമാണ് പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും ഈ പ്രശ്നം പറയുന്നുണ്ട്. അത് ദൗർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെന്റ് കാണുന്നില്ല എന്ന് മാത്രമല്ല കോപ്പറേറ്റീവ് ഫെഡറലിസത്തെ ദുർബലപ്പെടുത്താനും ഒരു സംസ്ഥാനത്തിനും അങ്ങനെ ഒരു അവകാശമില്ല എന്ന് വരുത്തി തീർക്കാനും ഭരണഘടനയെ ഞങ്ങൾ അല്പം പോലും അംഗീകരിക്കുന്നില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എടുക്കുന്നു എന്ന് തോന്നിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് ചെറിയ കാര്യമല്ല. ഇന്ന് വരെ ഈ ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിന് നേരിടേണ്ടി വരാത്ത ഒരു സ്ഥലത്ത് ഒരു യൂണിയൻ ഗവൺമെന്റ് ചെയ്യാത്തൊരു സമീപനമാണ്. അത് ഏറ്റവും നന്നായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമതയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നടത്തുന്നു. പക്ഷെ ഇക്കാര്യം ഇവിടെ പറയാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഇക്കാര്യം പറയുന്നു.